അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാഭാരതിയായ പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. പരിപാവനമായ റജബ് മാസത്തിൻ്റെ സുന്ദരമായ ഈ രാവിൽ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ദുആ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആ ദുആ അരക്കുന്നതിന് മുമ്പ് കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും അള്ളാഹുവിൻ്റെ ഇസ്മുകളുമൊക്കെ പറഞ്ഞ് ഇൻഷാ അള്ളാഹ് നമുക്കെല്ലാ കാര്യവും അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ് ദുആ അരക്കാം. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പരിശുദ്ധമായ റജബ് മാസം കടന്നു വന്നാൽ പുന്നാര നബിതങ്ങൾ അവിടുന്ന് ദുആകളിൽ അധികരിപ്പിക്കുന്ന ഒരു ദുആയാണ് ഇനി നമ്മൾ ആദ്യമായി ഇന്നത്തെ ഈ ദിക്റിൻ്റെ മജ്ലിസിൽ പറയാൻ പോകുന്നത്. അത് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ച് പറയുക. ഒരുപാട് ബറക്കത്തുകളും ഒരുപാട് നന്മകളും ചോദിക്കുന്ന ഒരു ദുആയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഒരു ദുആ, ഒരു ദിക്ർ പറയൽ പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. ഏതാണ് ആ ദിക്ർ? ഇൻഷാ അല്ലാഹ് നമ്മൾ ഒന്നിച്ച് അത് പറയാൻ പോവുകയാണ്. സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. പറ, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, 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 സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. പറ, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം,
സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം 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 സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. റജബ് മാസത്തിലെ ഒരു ദിക്ർ പറഞ്ഞാൽ 70 700 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് ഹദീസിൻ്റെ കിതാബിൽ കാണാം. അതേത് ദിക്റായാലും ഏത് തസ്ബീഹായാലും അള്ളാഹു ഇരട്ടി പ്രതിഫലമാണ് തരുക. ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ 3 ദിക്റുകൾ ചേർത്തുള്ള ഒരു ദിക്റാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 നമ്മൾ ചെയ്തു പോയ ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് തെറ്റുകൾ, അത് അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞിട്ട് തൗബയുടെ ഇസ്തിഗ്ഫാറിൻ്റെ ഒരു വചനമാണ്. ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും അതൊന്നിച്ച് പറയാം. പറയുമ്പോൾ പടച്ചോനെ ചെയ്തു പോയ എന്തൊക്കെ അപരാധങ്ങളുണ്ടോ, എന്തെല്ലാം തെറ്റുകളുണ്ടോ എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ എന്ന ആ ഒരു നല്ലൊരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. 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 ഇനി നമ്മൾ അടുത്തതായി പറയുന്നത് ഒരു സ്വലാത്താണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ മുന്നിൽ നിൽക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് നേരിട്ട് നമ്മൾ ചൊല്ലുന്നത് പോലെയുള്ള വചനമാണ്, വാക്കാണ്. ഇതൊക്കെ മഹത്തുക്കളായ ഒരുപാട് ഉലമാക്കളും ഒരുപാട് ഔലിയാക്കന്മാരും ഒരുപാട് സ്വാലിഹീങ്ങളൊക്കെ അവരുടെ നിത്യജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്വലാത്താണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാവാൻ, എല്ലാ വിഷമങ്ങളും മാറാനൊക്കെ ഈ ഒരു സ്വലാത്ത് കാരണമാണ്. എല്ലാവരും ഒന്നിച്ചു പറയും. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്.
അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈമാൻ തന്നിട്ടുണ്ട്. വിശ്വാസം അത് കാത്തു സൂക്ഷിക്കേണ്ടത്, ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് പലപ്പോഴും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് ഈമാൻ സ്ഥിരമായി നമ്മുടെ ഖൽബിൽ നിൽക്കാൻ, ഈമാൻ അനുസരിച്ച് ജീവിക്കാൻ, ഈമാൻ അവസാനം കിട്ടി മരിക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും പറയാൻ പറ്റിയ ഒരു ദിക്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക. يا ذا الجلال والإكرام أمتنا على دين الإسلام 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 يا ذا الجلال والإكرام أمتنا على دين الإسلام. ഇനി നമ്മൾ പറയുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഒരു സ്വലാത്താണ്. വിഷമ രോഗ സങ്കടങ്ങൾ മാറാൻ വലിയ ഇമാമുമാർ അവർ നിത്യമായി പറഞ്ഞുകൊണ്ടിരുന്ന
ഒരു സ്വലാത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇത് ഔലിയാക്കന്മാരുടെ നേതാവ് മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ അവരുടെ ജീവിതത്തിൽ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്വലാത്താണ് ഇനി നമ്മൾ പറയാൻ പോകുന്നു. ഒന്നിച്ചു പറയും, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഖല്ലത്ത് ഹീലതി അദ്രിക്നി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഖല്ലത്ത് ഹീലതി അദ്രിക്നി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഇസ്മുൽ ആളം വണ്ണമായ ഉന്നതമായ ഇസ്മുകൾ ഒരുപാടുണ്ട്. അത് ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇതുവരെ അറിയപ്പെട്ടിട്ടില്ല, പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ ഒരുപാട് ഇസ്മുകൾ ഈ ഇസ്മുൽ ആളമാണെന്ന് അതിന് സാധ്യതയുണ്ട് എന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഇസ്മാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പറയുന്നത്. ആ ഇസ്മ മറ്റൊരു അള്ളാഹുവിൻ്റെ പേരിനോട് ചേർത്ത് നമ്മൾ പറയുന്നു. എല്ലാവരും ഒന്നിച്ചു പറയുക. യാ ഹയ്യു യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ് 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 യാ ഹയ്യു യാ ഖയ്യൂം
قيوم يا دائم يا الله يا حي يا 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 قيوم يا دائم يا الله. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു അതിശ്രേഷ്ഠമായ ഒരു ദിക്റാണ്. അതായത് 99 രോഗങ്ങൾക്ക് ശിഫയാണ് എന്ന് വലിയ മഹത്തുക്കളൊക്കെ നമുക്ക് പഠിപ്പിച്ചു നൽകിയ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ തന്നെ ഉണ്ടല്ലോ 99 രോഗങ്ങൾക്ക് ശിഫയാകുന്ന ഒരു ദിക്ർ. അത് ഇൻഷാ അള്ളാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഇസ്മുകൾ ചേർക്കപ്പെട്ട ഖുർആൻ വചനം പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അള്ളാഹ് അത് ഒന്നിച്ച് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമും അതുപോലെ തന്നെ 99 രോഗങ്ങൾക്ക് ശിഫ കിട്ടുന്ന ദിക്റും ഒന്നിച്ച് നമുക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്. ആ ദുആകളിൽ മക്കൾക്ക് വേണ്ടി ദുആരക്കേണ്ട ഒരു ദുആയാണ് മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ മക്കൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി ചെയ്ത ഒരുപാട് ദുആകളുണ്ട്. അത്തരത്തിൽ ഒരു പ്രവാചകൻ്റെ ദുആയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാവാൻ, അല്ലെ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളുണ്ടാവാൻ, ആ മക്കൾ ഉള്ളവർക്ക് അത് ആ മക്കൾ അനുസരണയുള്ളവരും ഉപയോഗപ്പെടുന്ന നല്ല മക്കളായി മാറാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദുആ നമ്മൾ പതിവാക്കുക. ഏതാണ് ആ ദുആ? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ ربي هب لي من الصالحين 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 ربي هب لي من الصالحين
റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ 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 റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യവും പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹു നമ്മുടെ ദുആയിനെ, നമ്മുടെ ഈ മജ്ലിസിനെ ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമുർ റഹീമീനായ കരുണയുള്ള ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ഈ സദസ്സും നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പറയുന്ന ഞാനും കേൾക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഒരുപാട് അബദ്ധങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയവരാണ്, പറ്റിപ്പോയവരാണ്. റബ്ബേ, ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹുവേ, ഇനി ഞങ്ങൾ തെറ്റുകൾ ചെയ്യില്ല അല്ലാഹ്. ഇത് ഞങ്ങളുടെ തൗബയാണ്. ഞങ്ങളുടെ തൗബ നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പേര് ഞങ്ങളുടെ കുടുംബാദികളിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട്. മാതാപിതാക്കൾ മരണപ്പെട്ടവർ, ഭാര്യ സന്താനങ്ങൾ, അതുപോലെ ഭർത്താക്കന്മാര്, സഹോദരിമാര്, സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവർ, കൂട്ടുകാര്, നാട്ടുകാർ മരണപ്പെട്ടു പോയവരാണ്. റഹ്മാനെ, മരണപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഖബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ്. ഞങ്ങളുടെ മരണം നീ ഖൈറിലാക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ആമീൻ പറയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങൾ. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുണ്ടെല്ലാം നീ ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ എല്ലാം നീ മാറ്റി സുഖവും സന്തോഷവും സമാധാനിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് പേര് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. കടങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അതുപോലെ അല്ലാഹുവേ, ഒരുപാട് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആളുകളുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് പേരില്ലാത്ത, മരുന്നില്ലാത്ത രോഗങ്ങൾ കൊണ്ട് ഒരുപാട് പേര് പ്രയാസപ്പെടുകയാണ്, പ്രശ്നത്തിലാണ്. എല്ലാവരുടെയും രോഗങ്ങൾ ഈ പരിശുദ്ധമായ ദിനത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ഔറാദുകളുടെ ഹക്ക് കൊണ്ട് റബ്ബേ, എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മലക്കുകൾ പ്രവേശിക്കുന്ന വീടാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ശൈത്താന്റെ കൂടാകുന്നതിനെ തൊട്ട് ഞങ്ങളുടെ വീടുകളെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മരുമക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പേരക്കുട്ടികളെ നീ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളൊക്കെ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ് ദുആരക്കുന്ന നല്ല മക്കളാക്കി മാറ്റണേ അല്ലാഹ്. അവരുടെ ജോലികളിൽ നീ ഖൈർ നൽകണേ അല്ലാഹ്. അവരുടെ പഠനങ്ങളിൽ നീ പുരോഗതി നൽകണേ അല്ലാഹ്. പരീക്ഷ എഴുതുന്ന മക്കളുണ്ട്, അവരുടെയൊക്കെ പരീക്ഷകൾ ഉന്നതമായ വിജയം നൽകണേ റഹ്മാനെ. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മക്കളുടെ ജോലികളിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രവാസികളായ ഒരുപാട് പേര് ഞങ്ങളുടെ ഈ ദുആഇന്റെ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരാണ്. അവരുടെ ജോലികളിൽ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് പേര് കുടുക്കുകളിൽ പെട്ടുപോയി, കള്ളക്കേസുകളിൽ പെട്ടുപോയിട്ടുണ്ട്. എല്ലാ ശൈത്വാനിപരമായ, ജിൻസുപരമായ എല്ലാ ഉപദ്രവങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, മാറാവ്യാധികൾ
പടർന്നു പിടിക്കുന്ന കാലമാണ്. കൊറോണ വരുന്നു എന്ന് കേൾക്കുന്ന റബ്ബേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പകർച്ചവ്യാധികളെ തൊട്ട് റഹ്മാനെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് ദുആ വസിയത്ത്, എന്തെല്ലാമാണ് ആരെല്ലാമാണ് ദുആ വസിയത്ത് എഴുതിയതെന്ന് പറഞ്ഞതെന്ന് നിനക്കറിയാം. അല്ലാഹുവേ എല്ലാവരെയും നീ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ലക്ഷങ്ങൾ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടം കൊടുത്തിട്ട് തിരിച്ച് പൈസ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കഞ്ചാവിന്റെ അടിമകളാകുന്ന, മോശത്തരത്തിന്റെ അടിമകളാകുന്നവരെ തൊട്ട്, മദ്യപാനത്തിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ലോക മുഅ്മിനീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ അല്ലാ. പാവപ്പെട്ട ഫലസ്തീനികളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ, ദിക്ർ ഔറാദുകളെ ഖബൂലാക്കട്ടെ, മനസ്സിലെ ഹലാലായ മുറാദ് ഹാസിലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.